ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതും എന്നാൽ നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ ഉള്ളതുമായ ഒരു ഡിഷാണ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് മുൻസി. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിനായിട്ട് ഞാൻ ഏതാനും നട്ട്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 100 ഗ്രാം നട്ട്സ് വീതമാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പിസ്താച്ചിയോ പരിചയപ്പെടുത്താം. പിസ്താച്ചിയോയിൽ നമുക്ക് 100 ഗ്രാമിൽ 20 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് വളരെ ഗുണമുള്ള ഒരു നട്ട്സാണ്. അതായത് വാൽനട്ട് കിങ് ഓഫ് നട്ട് എന്ന് പറയുന്നത് ഇത് ബ്രെയിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു സപ്ലിമെൻ്ററി പ്രോട്ടീൻ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത ആൽമണ്ടിൽ 21 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അടുത്ത പീനട്ടിൽ 25 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അടുത്ത നമുക്ക് കാഷ്നട്ടാണ്. കാഷ്നട്ടിൽ 15 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അടുത്ത നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് പംകിൻ സീഡാണ്. പംകിൻ സീഡിൽ 25 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അടുത്ത സൺഫ്ലവർ സീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ സീഡ് വളരെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് പ്രോട്ടീനാണ് സംഭാവന ചെയ്യുന്നത്. ഇതിനകത്ത് അധികം നമ്മുടെ കൊളസ്ട്രോളൊക്കെ നന്നായിട്ട് കുറയും ഈ ഓയിൽ. അടുത്ത നമുക്ക് പയറാണ്. പയർ 20% പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ഇത് BP ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഇത് നന്നായിട്ട് ഡൈജസ്റ്റ് ആകും. ഇത് വെയിറ്റ് ലോസ്, അതായത് നമ്മൾ ഭാരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഞാൻ ഈ നട്ട്സ് എല്ലാം പയർ, സൺഫ്ലവർ ഞാൻ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ട്രേയിലിട്ട് റോസ്റ്റ് ചെയ്തു. നമുക്ക് പാനിൽ ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഓവനിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. 5-6 മിനിറ്റ് 170 ഡിഗ്രിയിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരും. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പക്ഷേ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് ഒരു പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്യണം. ആ ഒറ്റ പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യണം. വീണ്ടും ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. വീണ്ടും ബ്ലെൻഡ് ചെയ്താൽ അത് സ്റ്റിക്ക് ആകാൻ സാധ്യതയുണ്ട്. ഓയിൽ കണ്ടന്റ് ധാരാളമുള്ള പ്രോട്ടീൻ നട്ട്സ് പദാർത്ഥമായതിനാൽ ഇത് സ്റ്റിക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഹോട്ട് മിൽക്കിലും കോൾഡ് മിൽക്കിലും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ കോൾഡ് മിൽക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് രാവിലെയും ഈവനിങ് ആൻഡ് മോർണിംഗിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഓരോ സ്പൂൺ വെച്ച് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.